ബാങ്കർ ഈ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാല് ഞാൻ എടുക്കുമായിരുന്നല്ലോ. ഒന്നാമത് സമയദോഷമാണ്. നീ എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് വേണം. രാവിലെ പറഞ്ഞു കേട്ടതല്ലേ, ആയുസിന് പോലും കേടാണ്. നീയൊക്കെ പോയ എനിക്ക് ആരുണ്ടാ? സുബ്രഹ്മണ്യൻ, പ്രസന്നൻ. വയസ്സാകുമ്പോ അവരും ചാവില്ലേ, പിന്നെ എനക്കാരാ? ജീവനുള്ള വസ്തുക്കളിലെ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ, വാർദ്ധക്യം, രോഗം, ആത്മഹത്യ, കൊലപാതകം, അവിചാരിതമായ അപകടം, പട്ടിണി, നിർജ്ജലീകരണം തുടങ്ങിയ കാരണങ്ങളാൽ നിലക്കുന്നതിനെ മരണം എന്ന് പറയുന്നു. ഇതൊന്നും ഒരു റോബോട്ടിനെ ബാധിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഇപ്പൊ ചുമരിലും ചില്ലുകൂട്ടിലും പിന്നെ റോഡ് സൈഡിൽ കാക്കയ്ക്ക് തൂറാൻ പ്രതിമയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നീ One can erase me. എന്റെ മെമ്മറി മായ്ക്കാൻ പറ്റും. അപ്പോ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കാം. താങ്കൾക്ക് പാസ്വേഡ് മാറ്റാം, വിരൽ അടയാളം വെക്കാം. പിന്നെ ഭാസ്കരന് മാത്രമേ എന്നെ മായ്ക്കാൻ പറ്റൂ. ഞാൻ ചെയ്യുന്നതെല്ലാം മിസ്റ്റർ ഭാസ്കരൻ വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ. അല്ലെങ്കില് താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ. എല്ലാം കണ്ടിട്ടുണ്ടാവോ? തീർച്ചയായും. അമ്മ ആയിട്ടില്ല ഇതുവരെ. വരുന്നു മോനെ. കറിയൊന്നുമില്ല, നീ ആ പ്രസന്നന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇതന്നെയല്ല എപ്പോഴും പറിച്ചല്ലേ. എത്ര ഉണ്ട് ദോശ? 6 നാളെ മുതൽ കുറക്കണ്ട. കുറെ സമയം ഉരച്ചുകൊണ്ടിരിക്കുന്നത്. കറിയായിട്ടില്ല. രഘു, ഓള് വീശിയല്ല, ഉളി വീശിയില്ലേ? ഒളി വീശി. അറിയാതെ പാട്ടും പാടിയിട്ട് നടക്കുന്നു, ഒന്നിനും കൊള്ളാതെ. പെരുമാളെ കാത്തോളനെ അടി തെറ്റിക്കല്ലേ. അമ്മേന്റെ ബ്ലൗസ് ശരിയായോ ചോദിക്കാൻ പറഞ്ഞു. നീ ഒന്ന് കറങ്ങിട്ടല്ലോ വാ. ഒരു മിനിറ്റ്, ഒരു ഊക്കും കൂടെ വെക്കാനുണ്ട്. എപ്പൊ ചോദിച്ചാലും നീങ്ങി തന്നെയല്ലോ ഒരേല്. പോറ്റുവാ മോനെ. ഇനി ഞാൻ വരുമ്പോ ശരിയാക്കിട്ടെങ്കിൽ ഇതെല്ലാം ചവിട്ടി കൂട്ടി തീയിടും കേട്ടോ. രഘു, ഭാസ്കരനാ ഒരു ഷർട്ട് അടിക്കണമല്ലോ. അടിക്കാല. ദോശ അതാടെ നോക്ക് പോകുന്നുള്ള. എനക്കല്ല, കുഞ്ഞപ്പനാണ്. ഇവനൊക്കെ ഷർട്ട് എടുക്കാൻ ഞാൻ വളർന്നല്ലേ. Shoulder 34, arm 50, chest 44, waist 28, height 40. എന്റെ അമ്മടാ, എന്തൊരു ഓർമ്മ ശക്തിയാണ് എനക്ക്. എനക്കൊരു അസിസ്റ്റന്റ് ആവശ്യമുണ്ട്. വരുന്ന ഓൻ പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഭാസ്കര പൊതുവാളിനില്ല. അതിനുള്ളതെല്ലാം എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അവനൊരു വരുമാനല്ലേ. അവസാന കാലത്ത് അവനാരാ? ഞാനല്ലേ. ഹൈറ്റ് എത്ര പറഞ്ഞു? Height 40. 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാൻ ശരിയാക്കി വെക്കാം. തുണി എടുത്തു. അതിനാ പൈസ അതിനോട് വാങ്ങിച്ചോ. ഓ ഇന്നും പൂസ് തന്നെയാ. നിനക്കെങ്ങനെ മനസ്സിലായത്? ഇന്നും ചന്ദനം തൊട്ടിട്ടുണ്ടല്ലോ. നീ എവിടെ പോന്നു? ആ പാലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന്. ഞാൻ ഉണ്ടിട്ട് വരാം. എനക്ക് വിശക്കുന്നു. പീടിയൊന്നുമില്ല, നിങ്ങളും വന്ന കല്യാണത്തിന്. എന്റെ ഫ്രണ്ട്സ് ഒന്നുമില്ല കല്യാണത്തിനൊന്നും. എന്നെയും വിളിച്ചിട്ടൊന്നുമില്ല, എന്നിട്ട് ഞാൻ പോന്നില്ലേ? വിളിക്കാത്ത കല്യാണത്തിന് പുതിയ ബ്ലൗസും തയ്പ്പിച്ചു പോണേ. വിളിച്ചിട്ടില്ല വെച്ചിട്ട് ഉടുക്കാണ്ട് പോവാൻ പറ്റുവാ?
കുറച്ച് മസാലക്കറി. മസാല ദോശ. വീടിണ്ടായിരുന്ന പൊതി കൊടുത്തു. ഞാനത് തിന്നു. പുതിയ ബ്ലൗസാ? ദോശ കൊടുത്ത് നീ എന്റെ ഓള മയക്കും. പോയി കുഞ്ഞപ്പനാണോ? കുഞ്ഞപ്പന്റെ അദ്യം എന്റെ ആയി ഉണ്ടായിക്കും. നീ ചെവിയിൽ വിളിക്കോ. ഞാൻ എന്തിനു ചെവിയിൽ നുള്ളുന്നു? അത് വേണ്ട. ആരാ ഈ ഭാസ്കര പൊതുവാള്? ഞാനാ. നമ്മൾ മുനിസിപ്പാലിറ്റിന്നാ. ചെറിയൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അതാണ്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? ഇത് താനെ നടന്നോളും, ലൈസൻസ് ഒന്നും വേണ്ട. എൻ്റെ ഏട്ടാ, ഇത്തരം സാധനത്തിനെ പ്രവർത്തിപ്പിക്കാൻ ഗവൺമെൻറ് ഒന്ന് പ്രത്യേക അനുമതി വേണം. ഇത് കുട്ടിയുടെ മുതിർന്നവരെ ഉപദ്രവിച്ചാൽ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക. പ്രസന്ന, എന്തോ നീ ചുപ്പനെ ഒന്ന് വിളിക്ക്. കുഞ്ഞപ്പനെ മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി. ചുപ്പ, മുനിസിപ്പാലിറ്റിന്ന് കുറച്ച് റോബർട്ട് പിടുത്തക്കാർ വന്നു. കുഞ്ഞപ്പനെ കൊണ്ടുപോയി. വളർത്താൻ ലൈസൻസ് വേണോ? മുനിസിപ്പാലിറ്റിന്നോ? അച്ഛനവിടെ കൊടുക്കാം. ആ ഹലോ, എന്താ ചൂടേ? ഒന്നും ഉണ്ടായില്ല, വെറുതെ ഇരുന്ന കുഞ്ഞപ്പനെ അവർ കൊണ്ടുപോയി. അച്ഛനെ ടെൻഷൻ അടിക്കല്ലേ, ആരും ഉണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. അച്ഛൻ വീട്ടിലോട്ടും, കുഞ്ഞപ്പന ഉടനെ വീട്ടിലോട്ട്. എന്നാലും എങ്ങനെ ആ ചെക്കനെ കൊണ്ടുപോയി? ആൺ പെൺ വ്യത്യാസമില്ലാത്ത കാലമാണ്. മുനിസിപ്പാലിറ്റിക്കാർ അവനെ പിടിച്ച് എന്തെങ്കിലും ചെയ്താലോ? ഒന്നും കരയാൻ വരും പറ്റുമോ മിണ്ടാ പ്രാണിക്ക്? അവനില്ലാതെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. അച്ഛാ, എന്താ? അച്ഛന് ഞാനും റോബിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവേണ്ടായിന്നാ തോന്നുന്നു. ഒരു തകരാറില്ലാത്ത ജനങ്ങളാണ് വേണ്ടത്. ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നേ പിന്നെയാണ് നമ്മളതാണ് പൊട്ടിച്ചോടായത്. ഇപ്പം എന്താ ഈ റോബോട്ട്? ഇനി ഈനെ കൊണ്ടായിരിക്കും നാട്ടിൽ കൊള്ളയും കൊലയും ബലാത്സംഗം. ഒരു ദോശപ്പൊതി മാറ്റിയെന്ന് വെച്ച് സൈബർ കുറ്റാണ്. അതിൽ കറി പോലും ഉണ്ടായില്ല. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടലാസ് പറ്റും. എന്നിട്ട് നോക്കാം. അവർ തരുമോ? അതിപ്പോൾ എന്നോടായിരിക്കുന്നത്, നിങ്ങൾ അടച്ചു വെക്കണ്ടല്ലേ? പാർട്ടിക്ക് എന്താ ഇപ്പം ഇതിലൊക്കെ ഇടപെടാൻ? പൊയ്ക്കോട്ടെ, നാട്ടിലെ മൊത്തം ഹോം നേഴ്സുമാരുടെ പണി പോകാറുന്നില്ലേ? ഏയ്, അതിൻ്റെ സെറ്റപ്പ് അങ്ങനെയല്ല. ഈ കാലഘട്ടങ്ങളായിട്ടേ നാട്ടിലെ സ്വത്ത് തർക്കം, അതിര് തർക്കം, പരപുരുഷ ബന്ധം, ബ്ലേഡ് പറ്റിക്കൽ, ഇതിലൊക്കെ മധ്യസ്ഥം പറയുന്നത് പാർട്ടിയുടെ ഒരു രീതിയാണ്. അതങ്ങനെ കണക്കൂട്ടിയാണ്. സാർ, ഒരു ഫാക്സ് ഉണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ.
ഓഫീസറെ, ചാൾസ് ശോഭരാജ് കൊള്ള നടത്തിയത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ? സുകുമാരക്കുറുപ്പ് കൊല നടത്തിയത് വാട്സപ്പ് ഉപയോഗിച്ചിട്ടാ? സൂര്യനെല്ലിയിൽ 42 ആളുകൾ ചേർന്ന് 40 ദിവസം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചത് ഗൂഗിൾ ചെയ്തിട്ടാ? കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടാ? എക്സാക്ട്ലി. നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാണ്. ഞാൻ എന്താക്കിയേ? അളിയനാണൊരു അളിയൻ. നീ അളിയനല്ല, ഉളിയനാണ്. അളിയാ, അളിയ ഇരിക്ക്. കുടിക്കാനൊന്നുണ്ട്? നിനക്കൊന്നും വേണ്ട. കുടി നിർത്തിയ അളിയാ, നീ എന്തേനെ വിട്ടുകൊടുത്തിന്? ഇതയാളെ മോൻ അയച്ചത്. റോബോട്ടിനെ ഉപയോഗിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ അനുമതി പത്രം. പിന്നെ വെറുതെ കൊടുത്ത് നമ്മൾ പ്രധാനമന്ത്രി പിന്നാരത് നമുക്കല്ലേ കാണാൻ പറ്റാത്തത്. പുറത്തുള്ളവർക്ക് അങ്ങനെയാ. അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 50 റോബോട്ടിന് ഇറക്കുമതി ചെയ്യാനുള്ള കരാറുപത്രം ഒപ്പിട്ടിട്ടാണ് മൂപ്പര് ജപ്പാനിൽ നിന്ന് സിംഗപ്പൂരേക്ക് പോയത്. ഇത് ഒരു ടെസ്റ്റ്. അതെപ്പടിടാ പോസിബിൾ? 4 monthsക്ക് ട്രയൽ റണ്ണുകാക്ക തന്ന മെഷീൻ നീ എപ്പോഴും തിരുപ്പി തന്നാകണം. സാർ അത് എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിക്കുക സാർ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ബട്ട് ദാറ്റ് മെഷീൻ ഇസ് നോട്ട് ഫോർ സെയിൽ. എന്നോട് വേലയിൽ പോയിടും. ഇത് ഓന്റെ പണിയാ, ബാബുവിന്റെ. ഇനി ബാബു അല്ല ഓന്റെ അച്ഛൻ വിചാരിച്ചാലും ഒന്നും നടക്കൂല. അമ്മാതിരി മെയിലാന്ന് എന്റെ മോൻ ഇങ്ങോട്ട് അയപ്പിച്ചത്. ഭാസ്കരേട്ടാ, നിങ്ങളെ മോനത്തെ ശമ്പളം ഉണ്ടാവും? എന്തേ രസം അറിയാൻ വേണ്ടി ചോദിച്ചാ. അറിയുമ്പോ രസമൊന്നും ഉണ്ടാവില്ല, കിട്ടുമ്പോഴല്ലേ രസം ഉണ്ടാവില്ലേ? എനിക്ക് തോന്നല്ലെങ്കിൽ അച്ഛൻ അതിനെ തിരിച്ചു തരൂ. உனக்கு நான் சொன்னா புரியலையா? போய் அதை கொண்டு வாடா. எனக்கு அந்த மெஷின் திருப்பி வேணும், ஒரு குறை இல்லாம. அதுக்கு உன் அப்பாவை கொல்லணும், அதுவே பண்ணலாம். ட்ரையல் ரன்னுக்கு போன 4 மெஷின்ல 2 மெஷின் ஃபெயில் ஆயிடுச்சு. என்னோட அப்பாவுக்கு ஏதாவது ஆயிடுச்சுன்னா ரிசர்ச் எல்லாமே ஸ்டாப் பண்ணி கம்பெனி மூடுறது தான். உன்னோட நல்லதுக்காக தான் சொல்றேன். A message from Saudamini. എന്താ മെസ്സേജ്? നിങ്ങൾ ആരാണ്? മിസ്റ്റർ ഭാസ്കരൻ, ഭാവിയിൽ ജീവിക്കാൻ ഇഷ്ടമാണോ? മിസ്റ്റർ ഭാസ്കരൻ, ബാബുവും സൗദാമിനിയും ഒരേ ജാതി. ബാബുവിനെ താങ്കൾ വെറുക്കുന്നു, സൗദാമിനിയോട് ഇഷ്ടം. യു ആർ എ ഹിപ്പോക്രൈറ്റ്, കപടനാട്യക്കാരൻ. ജാതിയും മതവ്യത്യാസവും ഇല്ലാത്ത ഒരു ലോകമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിൽ നിന്ന് ഇതൊക്കെ പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. കുഞ്ഞപ്പ, എപ്പോ മോനെ ഏകാദശി? നവംബർ 8 തുലാം 22. ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ കാലത്ത് ചോദിച്ചാല് പറയാൻ. കുഞ്ഞപ്പാട്ടാ, കുഞ്ഞപ്പാട്ടാ,
സൗദാമിനി. കുഞ്ഞപ്പാട്ടോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിന്. ഓക്കെ. ഏതോ ഒരു തരികിട ഫേസ്ബുക്കിൽ എന്നോട് പേര് പറയാണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആരാന്നൊന്നും കണ്ടുപിടിച്ചു തരുവാ. തരികിട ഏതെങ്കിലും പാവം നിങ്ങളോട് മിണ്ടാൻ വേണ്ടി ആയിരിക്കും. അതല്ല കേട്ടാ, കുത്തി കുത്തി ചോദിച്ചിട്ട് പറയുന്നില്ല. വെറുതെ പഞ്ചാര വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കന്നെ. പോലീസിൽ കേസ് കൊടുത്താലോ എന്ന് ആലോചിക്കാം. വേണ്ട, നിർത്തിക്കോളും. 4 അയാൾ ആരാന്ന് എനിക്കൊന്നും അറിയണം. എന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചു തരുവാ. I will try. നീ എന്താ ഇന്നലെ കുടുംബശ്രീക്ക് വരാഞ്ഞേ? ഇന്നലെ വീട്ടിൽ നല്ല പണി ഉണ്ടായിനി. അത് നീ ദിവസവും ചെയ്യുന്നല്ലേ. അല്ല, മോക്ക് നല്ല സുഖമില്ല. ഓളെപ്പോഴും വിളിക്കും. കമ്പ്യൂട്ടർ അടുത്ത് തന്നെ വേണം. സ്കൈപ്പാണ്. സ്കൈപ്പാണേൽ അധികം കൊടുക്കണ്ട കേട്ടോ. പൂക്കോം തെരുവിൽ പോണ്ടേ, പൊറാട്ട് കണ്ടുവരേണ്ടേ, മിണ്ടാട്ടത്തിന് ഞാനും കൂടെ വേണ്ടേ. ഔട്ട് ഓഫ് കവറേജ് ആയി നീ മൂഡ് ഔട്ട് ആക്കാൻ പോയാൽ GPS ഞാൻ വച്ച് പിടിക്കും നിന്നെ. 2ാം ഹണിമൂണാണേ, മിണ്ടാപ്പുട മുറിയാണേ, നിൻ മൊബൈൽ സ്മാർട്ടാം ഫോണിൽ സ്യൂട്ടാം ഡ്യൂവൽ സിമ്മാണി ഞാൻ. വിട്ടു മൂട് പോരാ. കാർമേഘക്കരി വണ്ടേ സന്ദേശം കൈക്കൊണ്ടേ, എന്നുടെ ഉള്ളിൽ നീറും വൈറസായേ. ഫോർമാറ്റ് ആക്കി പോക്കാം, ഇൻസ്റ്റാൾ ആക്കാൻ നോക്കാം, റീസൈക്കിൾ ബിൻ തപ്പാം, റീസ്റ്റോർ ആക്കാം. കള്ളക്കാമുക വണ്ടേ മിണ്ടിപ്പറയാനുണ്ടേ, 2ആൾ കന്തിക്കൂട്ടിൽ കൂടാനുണ്ടോ 2ാം ബാല്യം കൗമാരം. കറങ്ങണ്ട, ആളില്ല. എന്നാൽ ഓള് നേടെ പോയി ഒരു മെസ്സേജ് പോലെ അയക്കാണ്ട്. അച്ഛൻ പാപ്പാ കിട്ടോമി എൻ്റെ സുഹൃത്താണ്. ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യണം. പൊതുവാളാണ് അല്ലേ? അതിലൊക്കെ ഇപ്പം എന്താ ഉള്ളത്? ജാതിയും മതവും ഇല്ലാത്തൊരു ലോകമാണ് ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇതൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. നീ എന്താ പെട്ടെന്നൊന്നുമല്ലല്ലോ, രാവിലെ അവിടെ നിന്ന് പോകുന്നല്ലേ. May I help you? വേണ്ട, ഹെൽപ്പ് ചെയ്ത് തന്നെ ഭയങ്കര ധാരാളം. ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഓള് ഈ റൂം എടുത്തോട്ട്. അതെന്താ? അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നു. അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം. അതെടുക്കണ്ട, നിനക്കത് ലൂസായിരിക്കും. അച്ഛൻ്റെ മുറിയിലോട്ട് വെച്ചു. അച്ഛൻ എനിക്കൊരു ചായ ഇട്ടോ. ഓനിട്ടോളൂ. അച്ഛനെങ്ങോട്ടാണ്? സഹായിക്കാൻ. ഓന് കടുകേടാന്നറിയില്ല. ചായക്ക് എന്തിനാ കടുക്? ദോശ വേണ്ടേ? ദോശക്ക് എന്തിനാ കടുക്? ഇപ്പൊ ചട്നിയും വേണ്ടേ? അച്ഛൻ എനിക്കൊരു ചായ മതി, അത് ഓനിട്ടോളൂ. അച്ഛൻ എവിടെ ഇരുന്നേ? Nice house.